നമുക്ക് ചക്കക്കുരു പാടയും ചകിണിയൊക്കെ വെച്ചിട്ട് നല്ലൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കാന്താരി എടുത്തിട്ടുണ്ട്, ചക്കക്കുരു പാട, ചക്കക്കുരു, ചകിണി, ചെറിയ നീളത്തിലരിഞ്ഞ് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെറുതായിട്ട് ചകിണിയും പാടയൊക്കെ ചെറുതായിട്ട് നുറുക്കിയതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ സവാള നുറുക്കിയതെടുത്തിട്ടുണ്ട്, കാന്താരി മുളക് എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കുക. അത് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് തേങ്ങ കേട്ടോ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലെ വെള്ളമയമൊക്കെ വറ്റുന്നവരെ നമുക്കതൊന്ന് ഇളക്കി എടുക്കാം. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് ഡ്രൈ ആയി വരുന്ന വരെ നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ജലദോഷത്തിൻ്റെ പനിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് ഡ്രൈ ആയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാള ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചക്കയും കാലമൊക്കെ ആയതുകൊണ്ട് ചക്കയൊക്കെ ധാരാളം കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ നമുക്കിതുപോലെ തോരനോ ഉപ്പേരി അങ്ങനെ പലതും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ലതാണ് ഇത് കഴിക്കുന്നത്, നമുക്ക് ശരീരത്തിന് നല്ലതാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ചക്ക കിട്ടിയപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം അരിഞ്ഞിട്ട് തോരനുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. പിന്നെ ഞാൻ തേങ്ങയൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പം ഞാനതിലേക്ക് ചക്കക്കുരും ചകിണി എല്ലാം കൂടെ ഉള്ള ആ കൂട്ട് ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാന്താരി അരിഞ്ഞതും ഒക്കെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കാന്താരിക്ക് പകരം പച്ചമുളക് എടുക്കുക കേട്ടോ. പിന്നെ സവാളയ്ക്ക് പകരം കൊച്ചുള്ളി എടുക്കാം. ഞാനിവിടെ കാന്താരി സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം. 1/2 സ്പൂൺ താഴെ ഉപ്പാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു അടപ്പ് വെച്ചിട്ട് നമുക്കത് ഒന്ന് മൂടി കൊടുക്കാം. അപ്പോൾ നല്ലൊരു തോരനാണ്. നമ്മളിത് തോരനൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് പറഞ്ഞാലേ അറിയുള്ളൂ. ചക്കക്കുരു പാടയൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞാലേ അറിയുള്ളൂ. ഇല്ലെങ്കിൽ ആർക്കും അറിയാൻ പറ്റില്ല. നല്ലൊരു തോരനാണ്. അപ്പം നല്ല രുചിയുണ്ട്. അപ്പോൾ ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും നമ്മൾ ഇതൊന്നും എടുത്ത് കളയില്ല. നമുക്ക് അതുപോലെ ഉണ്ടാക്കാൻ പറ്റും. ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങളും വീണ്ടും ഇത് ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ നല്ലൊരു തോരനാണ്. ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കണേ.